ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വെള്ളത്തിലിട്ട് ഉണ്ടാക്കുന്ന കൊഴുക്കട്ടയാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഈ പരിസരമൊക്കെ കണ്ടല്ലോ. ഇത് എൻ്റെ അമ്മയുടെ തറവാട്ട് വീടാണ്. ഞങ്ങളുടെ അമ്മയുടെ ചേച്ചിയാണിത്, വല്യമ്മ. എൻ്റെ വല്യമ്മയാണ്. ഈ വല്യമ്മ നന്നായിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കും. വല്യമ്മ വെള്ളത്തിലിട്ടാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. ഞങ്ങളൊക്കെ സ്റ്റീം ചെയ്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കാണാം. അതുകൊണ്ട് ഞാനിന്ന് വല്യമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് കാണാം, സ്പെഷ്യൽ കൊഴുക്കട്ട ഉണ്ടാക്കുന്നത് കാണാം. ഇത് ഉമ്മച്ചേച്ചി, ശരണ്യ ചേച്ചിമ്മ പറഞ്ഞു തന്നിട്ട് ഞങ്ങൾ 3 പേരും കൂടെയാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. കണ്ടു നോക്കാം. കൊഴുക്കട്ടയ്ക്കായി 1/2 കിലോ അരിപ്പൊടി പുട്ടുപൊടിയാണിത്. 1/2 കിലോ പുട്ടുപൊടി എടുത്തിട്ടുണ്ട്. ഉഴുക്കലരിയും കുറച്ച് പച്ചരിയും കൂടെ പൊടിച്ചതാണ് ഈ പുട്ടുപൊടി. ഒരു തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ ജീരകം ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും എടുക്കുക. വെള്ളം എടുക്കുക. അത് കുഴച്ച് വരുമ്പോഴേ നമുക്ക് മനസ്സിലാകുള്ളൂ എത്ര വെള്ളം വേണമെന്ന്. കൊഴുക്കട്ടയ്ക്ക് കുഴയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെള്ളം തിളപ്പിക്കാം. കൊഴുക്കട്ട ഇട്ട് തിളപ്പിക്കുന്നതിനുള്ള വെള്ളം അതാണ് ഈ വച്ചിരിക്കുന്നത്. ഉപ്പ് ചേർത്ത് നമുക്ക് കുഴയ്ക്കാം. ഉപ്പിൻ്റെ കൂടെ ജീരകം പൊടിച്ചതും ചേർക്കാം. ഉപ്പും ജീരകവും ചേർത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കുക. തേങ്ങയും കൂടെ ഇട്ട് കുഴയ്ക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മയത്തിൽ കുഴച്ചെടുക്കുക. അരിയും തേങ്ങയും കൂടി അധികം വെള്ളം ചേർക്കാതെ അരച്ചുരുട്ടി കൊഴുക്കട്ട ഉണ്ടാക്കാം. അരയ്ക്കാതെ അരിപ്പൊടി ഉപയോഗിച്ച് ഇപ്പോൾ ചെയ്യുന്നത് പോലെ ചെയ്യുന്നതാണ് എളുപ്പം. ശരണ്യാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൽ എക്സ്പെർട്ട്. മുത്തശ്ശി പറഞ്ഞു കൊടുത്തിട്ട് ശരണ്യാണ് ഉണ്ടാക്കുന്നത്. പാത്രം കുറച്ച് ചെറുതായതുകൊണ്ട് ഒരു വലിയ ബേസിനിലേക്ക് മാറ്റി ശകല ഉപ്പൂടെ ഇടുകയാണ്. കുഴയ്ക്കുന്നതനുസരിച്ച് വെള്ളം ചേർക്കുക. നന്നായി ഉരുളുന്ന ഒരു പാകം വരെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിലിട്ട് വേവിക്കുന്നത് കൊണ്ട് പൊട്ടാൻ പാടില്ല. ഈ ഉരുളകൾ പിന്നെ പൊട്ടാൻ പാടില്ല. ആ ഒരു സ്റ്റേജിൽ നമുക്ക് വെള്ളം ഒഴിക്കുന്നത് നിർത്തണം. ഇപ്പൊ നന്നായി ഉരുട്ടാൻ പറ്റുന്നുണ്ട്. ഇനി വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഉരുട്ടി ഓരോന്നോരോന്നായിട്ട് നേരെ വെള്ളത്തിലേക്ക് ഇടാം. അല്ലെങ്കിൽ 3-4 എണ്ണം ഒരുമിച്ച് ഉരുട്ടിയിട്ട് പിന്നെ ഇട്ടാലും മതി. വെള്ളം നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഓരോന്നായിട്ട് കൊഴുക്കട്ട ഇടാം. കൊഴുക്കട്ട എല്ലാം വെള്ളത്തിലിട്ടു. ഇതൊന്ന് തിളയ്ക്കട്ടെ. വെട്ടി തിളച്ച വെള്ളമാണ്. കുറേ നേരം കൊഴുക്കട്ട ഈ വെള്ളത്തിൽ കിടന്ന് കാകണം. കൊഴുക്കട്ട വേകാനാകുന്നേ ഉള്ളൂ. അടപ്പ് വെച്ച് പാത്രത്തിന് അടപ്പ് വെച്ചാൽ വെള്ളം പുറത്തു പോകും. അതുകൊണ്ട് അടപ്പ് വയ്ക്കണമെന്നില്ല. കൊഴുക്കട്ട കുക്ക് ചെയ്യാനായിട്ട് വെള്ളത്തിലിട്ട ഉടനെ തന്നെ ഇളക്കരുത്. ഇളക്കിയാൽ അതെല്ലാം കൂടെ പൊടിഞ്ഞ് കലങ്ങിപ്പോവും. അതുകൊണ്ട് ഉടനെ തന്നെ ഇളക്കണ്ട. അപ്പോൾ 20 മിനിറ്റായി. നമുക്ക് നോക്കാം. കൊഴുക്കട്ട വെന്തിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. കൊഴുക്കട്ടയുടെ ഈ വെള്ളവും നല്ല കുറുകിയ വെള്ളമാണ്. അതും നമുക്ക് കുടിക്കാനെടുക്കാം. കൊഴുക്കട്ട റെഡി. കുറച്ച് വെള്ളം വീണിട്ടുണ്ട്. വെള്ളത്തിലുണ്ടാക്കിയ കൊഴുക്കട്ടയല്ലേ, കുഴപ്പമില്ല. കൂടെ കൂട്ടി കഴിക്കുവാൻ ഉള്ളിയും മുളകും കൂടെ ചതച്ച് വെളിച്ചെണ്ണയിൽ ചാലിച്ചെടുത്തതാണ്. ചട്നിയോ ചമ്മന്തിയോ എന്തും കൂട്ടി കൊഴുക്കട്ട കഴിക്കാവുന്നതാണ്. എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും വീഡിയോസ് ലൈക്ക്, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.